എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ പെപ്പോംസ് അവൻ തീർത്തു പറയും നിങ്ങളുടെ ടീമിലെ സാഞ്ചി അവനൊരു അസാസിനേറ്റ് ഫാമിലിയിലെ മെമ്പറാണ്. അവന് തീർച്ചയായിട്ടും ബിഗ് പോമിന്റെ മകളെ കല്യാണം കഴിച്ചേ മതിയാവും. അതിന് ലൂഫി അവനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അതിനപ്പുറത്തായിട്ട് ഒരുപാട് ടെൻഷനാവും. എനിക്കറിയേണ്ടത് കല്യാണം കഴിക്കുവോ ഇല്ലയോ എന്നുള്ളതല്ല, അതൊക്കെ അവന്റെ ഇഷ്ടം. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം അവൻ തിരികെ നമ്മുടെ ടീമിലേക്ക് തന്നെ മടങ്ങി വരുമോ ഇല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അവൻ സ്ട്രോഹാറ്റ് ലൂഫിയാൻ ടീമിലെ ഒരു മെമ്പറാണ്. ഒരു കാരണവശാലും ബിഗ് മോമിന്റെ അസിസ്റ്റന്റായി മാറാൻ ഞാൻ അനുവദിക്കില്ല. ഇൻ കേസ് അവൻ അവളെ കല്യാണം കഴിച്ചാലും അവനും അവളും ബിഗ് മോമും അങ്ങനെ എല്ലാവരും പിന്നീട് സ്ട്രോഹാ ടീമിന്റെ മെമ്പേഴ്സായി മാറണം. അത് കേട്ട് പെപ്പോവും അവൻ ഷോക്കായി തല മുകളിൽ പോയി ഇടിച്ച് താഴേക്ക് വീഴും. പെപ്പോമിനാണെങ്കിൽ ചിരി അടക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, നീ ഇപ്പൊ തന്നെ പോയി ഈ കാര്യം പറ, അടുത്ത നിമിഷം നിന്നെ അവർ തല്ലിക്കൊല്ലും. നിന്നോട് എനിക്ക് നന്ദിയുണ്ട്, കടമയുണ്ട്, പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ഞാനത് കേട്ടിരിക്കില്ല. ബിഗ് മോം അവൾ 4 എംപറേഴ്സിൽ ഒരാളാണ്. സോ അവളെ തോൽപ്പിക്കാനോ അവളുടെ വാക്ക് തെറ്റിക്കാനോ ആർക്കും കഴിയില്ല. പോകില്ല എന്ന് പറഞ്ഞ സാഞ്ചിയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയതുപോലെ തന്നെ അവിടെ എത്തിച്ച ഉറപ്പായാലും അവനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കും. ഇൻ കേസ് ആരെങ്കിലും അവളുടെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയോ ഇൻവിറ്റേഷൻ അത് നിരസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. അവർക്ക് വേണ്ടപ്പെട്ട എല്ലാ ആളുകളുടെയും തല വെട്ടിയെടുത്ത് വലിയൊരു പ്രസന്റ് ആയിരിക്കും ബിഗ് മോം കൊടുക്കുക. ഇത്രയും കാലവും ട്രാവൽ ചെയ്ത എല്ലാ ഭാഗവും ബിഗ് മോമിന് നന്നായിട്ട് അറിയാം. സോ അവന് വേണ്ടപ്പെട്ടവരുടെ തലയായിരിക്കും അവൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയ അവന് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. താഞ്ചിയോട് അവര് എന്തോ ഒരു കാര്യം രഹസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ നിങ്ങളോട് യാത്ര പറഞ്ഞു പോയത്. അതുകൊണ്ടെന്നല്ല, ആരെ കൊണ്ടും 4 എംപറേഴ്സിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കാനാവില്ല. അതിന് നമ്മുടെ ആൾക്കാരാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഞങ്ങൾ ഒരിക്കലും ബിഗ് മോമിന്റെ അസിസ്റ്റൻസ് ആവാൻ ആഗ്രഹിക്കുന്നില്ല, ആവുകയുമില്ല. അതെന്തായാലും തീർച്ചയാണ്. അതിനവൻ പറയും ബിഗ് മോമിന്റെ ഫാമിലിയും അതുപോലെ തന്നെ സാഞ്ചിയുടെ ഫാമിലിയും തമ്മിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു കല്യാണം. സാഞ്ചിയെ മാരേജ് ചെയ്ത ഉറപ്പായാലും അടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ ടീമായിട്ടുള്ള കണക്ഷൻ അത് ഓട്ടോമാറ്റിക് കട്ടാവും. പിന്നീട് ഒരിക്കലും സാഞ്ചി നിങ്ങളുടെ ടീമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരികെ കിട്ടില്ല. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ലൂഫി അവൻ വമ്പം കലിപ്പില് കോളറിൽ പിടിച്ച് അങ്ങനെ വലിച്ചു താഴെയിടും. ഒരു കാരണവശാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. സാഞ്ചിക്ക് ഞങ്ങളെ വിട്ട് പോകാനാവില്ല. എന്ത് വില കൊടുത്തും ഞാനിത് തടയും. പെപ്പോംസ് പറയും, അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരും. എന്നെ ചതിച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ച ഞാൻ വെറുതെ വിടില്ല. എനിക്ക് അവനോട് റിവെഞ്ച് ചെയ്യണം. അത് കേൾക്കുമ്പോൾ നാമിക്കും മറ്റൊരു ഐഡിയ തോന്നും. ലൂഫി, നമുക്ക് തീർച്ചയായിട്ടും ഇവനെയും കൂട്ടണം. മോമിനെ കുറിച്ചും അവളുടെ എല്ലാ കാര്യങ്ങളും ഇവന് നന്നായിട്ട് അറിയാം. ഇവനിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ മാരേജ് ഫംഗ്ഷനിലേക്ക് കടന്ന് ഏത് ചെവി അറിയാതെ മാരേജ് കലക്കി സാഞ്ചിയുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. അതിന് ലൂഫി ഓക്കെ പറഞ്ഞ് അവരിപ്പോ പോവാൻ തയ്യാറാവും. ലൂഫി ആണെങ്കിൽ പുറത്തേക്ക് ഓടി വന്ന് സോറോട് പറയും, നമുക്ക് എത്രയും വേഗം സാഞ്ചിയുടെ അടുത്തേക്ക് പോകണം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ സോറോ ആണെങ്കിൽ അപ്പോഴും ക്യാഷ്വലായിട്ട് ഇരിക്കുകയാണ്. അവന്റെ മനസ്സിൽ സാഞ്ചി എങ്ങനെയെങ്കിലും തിരികെ പിടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അതിനുശേഷം ലൂഫി ആണെങ്കിൽ പെപ്പോമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ചോപ്പറിനോട് പറയും. ചോപ്പർ ആണെങ്കിൽ പെപ്പോംസിന്റെ അടുത്തേക്ക് ഓടി വരും. മറ്റൊരു ഭാഗത്ത് ഒരു നായ അതാണെങ്കിൽ ബ്രൂക്കിനെ കയ്യിൽ കിട്ടേണ്ട താമസം അവന്റെ കാല് കടിച്ച് അങ്ങനെ നക്കിയെടുക്കും. അടുത്ത നിമിഷം ബാക്കിയുള്ള ഡോഗ്സ് കൂടെ അവിടേക്ക് ഓടി വന്ന് അവന്റെ കാലും കൈയും കട്ടിച്ചു പറിക്കും. കട്ട് ചെയ്ത നമ്മുടെ ക്യാറ്റ് വൈപ്പർ കിങ് ആളാണെങ്കിൽ ലൂഫിയാൻ ടീമിനെ കാണാനായി പുറത്തേക്ക് ഇറങ്ങി വരും. ചോപ്പർ ആളോട് ദേഷ്യപ്പെട്ട് ഇപ്പൊ റെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കും. പക്ഷെ ആളാണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. പക്ഷെ കിങ് ആണെങ്കിൽ ഓടി വന്ന് ഇപ്പോ ലൂഫിയുടെയും സോറോയുടെയും ദേഹത്തേക്ക് എടുത്തു ചാടി വീഴുകയാണ്. ആ ഒരു വീഴ്ചയിൽ കിങ്ങിന്റെ ബോഡിയിലെ സ്റ്റിച്ചുകൾ അത് വീണ്ടും പൊട്ടും. നമ്മുടെ ചെക്കന്മാര് ഹോസ്പിറ്റലിലും ആവും. ലൂഫിക്കാണെങ്കിൽ ആ വൈപ്പർ ക്യാറ്റ് കിങ്ങിനെ ഒരുപാട് ഇഷ്ടമാണ്. അവനങ്ങനെ ഓടി വന്ന് കിങ്ങിന്റെ ദേഹത്ത് കയറിയിരുന്ന് ചാടിത്തുള്ളി കളിക്കും. ചോപ്പർ ആണെങ്കിൽ വിളിച്ചു പറയും, ലൂഫി ദയവ് ചെയ്ത് നീ അങ്ങനെ ചെയ്യരുത്. ആളുടെ ബോഡിയിൽ ഓൾറെഡി ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ചെയ്ത ആളുടെ ബോഡിയിലെ സ്റ്റിച്ചുകളൊക്കെ വീണ്ടും പൊട്ടി ആളുടെ അവസ്ഥ അത് കൂടുതൽ പരിതാപകരമാവും. സോറോയ്ക്കാണെങ്കിൽ നമ്പർ 2 ക്യാറ്റ് കിങ്ങിനെ കാണുമ്പോൾ ആളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര മോഹം. അവൻ സ്ക്വാഡൊക്കെ എടുത്ത് ഇപ്പോൾ കിങ്ങിന്റെ അടുത്തേക്ക് വരും. അതിന് നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഇപ്പൊ സോറോയെ കൺട്രോൾ ചെയ്ത് അങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. ഇവിടെ ലോ ആണെങ്കിൽ ഇവിടെ ടീംമേറ്റ്സ് എല്ലാവരുമായിട്ട് ലൂഫിയുടെ അടുത്തേക്ക് വരും. ടീംമേറ്റ്സ് ആണെങ്കിൽ ലൂഫിയെ പരിചയപ്പെടാൻ വമ്പൻ ആക്ഷനും പോസൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ലോ വളരെ സിമ്പിൾ ആയിട്ട് പറയും, ഇവരെല്ലാവരുമാണ് എന്റെ ടീംമേറ്റ്സ്. കുറച്ച് മണ്ടന്മാരാണ്, പക്ഷെ കുഴപ്പമില്ല, പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ. അത് കേട്ട് ടീംമേറ്റ്സിന് ഒട്ടും സഹിക്കില്ല.
ആണെങ്കിൽ ഒച്ചത്തിൽ ബഹളം വെച്ച് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തർക്കും ലൂഫിയെ പരിചയപ്പെടണമെന്ന് പറയും. ലോ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ ലൂഫി അവൻ സാഞ്ചിക്ക് നടന്ന കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ലോഡ് എടുത്ത് പറയും. എനിക്ക് അത്യാവശ്യമായിട്ട് ബിഗ് മോമിന്റെ അടുത്തേക്ക് പോകണം, അവളെ തകർത്ത് എങ്ങനെയെങ്കിലും സാഞ്ചിയെ തിരികെ പിടിക്കണം, അതിനുശേഷം ഈസി ആയിട്ട് നമുക്ക് ആ കൈഡോയെ ഒരുമിച്ച് നിന്ന് തകർക്കാന്ന് പറയും. പക്ഷെ ലോയ്ക്കാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നെ കൊണ്ട് പറ്റില്ല, നമുക്കിപ്പോ തീരെ സമയമില്ല, എത്രയും വേഗം കൈഡോയെ അറ്റാക്ക് ചെയ്യണം. നമ്മൾ ഈ സോ ഐലാൻഡിലേക്ക് വന്നത് തന്നെ ഒരല്പം റിലാക്സ്മെന്റിനും റെസ്റ്റ് എടുക്കാനൊക്കെയാണ്. പക്ഷെ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഉള്ളത് ഈ സോ ഐലാൻഡിലാണെന്ന്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു അറ്റാക്ക് അത് പ്രതീക്ഷിക്കാം. നമ്മൾ കാരണം വെറുതെ ഈ ഐലാൻഡിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഓൾറെഡി അവരിപ്പോൾ വലിയൊരു അറ്റാക്ക് ഫേസ് ചെയ്ത് അതിൽ നിന്ന് റിക്കവർ ആവുകയാണ്. എത്രയും വേഗം നമ്മളുടെ അറ്റാക്ക് അത് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് പോയി ആ കൈഡോയെ അവനെ അറ്റാക്ക് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് ഐലാൻഡിലുള്ളവരാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ വീണ്ടും കരയാണ്. കാരണം നമ്മുടെ ആൾക്കാർക്ക് അവരോട് എത്രത്തോളം കെയറിങ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഇങ്ങാണെങ്കിൽ ചാടി എഴുന്നേറ്റ് അവന്റെ അസിസ്റ്റൻസിനോട് ഒരു വിരുന്നൊരുക്കാനായിട്ട് വിളിച്ചു പറയും. അത് കേൾക്കേണ്ട താമസം ലൂഫിക്കും അവന്റെ ആവേശം കൂടും. അങ്ങനെ രണ്ടുപേരും ഇപ്പോ പാർട്ടി അടിച്ചു പൊളിക്കുകയാണ്. അവരങ്ങനെ എൻജോയ് ചെയ്യേണ്ട കാണേണ്ട താമസം നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരും ആ ഐലാൻഡിലുള്ളവരും ലോഡ് അസിസ്റ്റൻസും അങ്ങനെ എല്ലാവരും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഡ്രിങ്ക്സ് അടിച്ചും ഒക്കെ ആ ഒരു പാർട്ടി അടിച്ചു പൊളിക്കും. കിങ് ആണെങ്കിൽ വിളിച്ചു പറയും, ആർക്കും യാതൊരു മടിയുടെ ആവശ്യമില്ല, ഇത് നിങ്ങളുടെ സ്വന്തം ഐലാൻഡാണ്, ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഡ്രിങ്ക്സ് കഴിക്കാം, ഭക്ഷണം കഴിക്കാം, ഒന്നിനും യാതൊരു ലിമിറ്റും ഇല്ല. അതിനിടെ ലൂഫിയുടെ മനസ്സിലേക്ക് എന്തോ ഒന്ന് കടന്നു വരും. അവൻ എന്തോ ഒന്ന് മിസ് ചെയ്ത പോലെ. പക്ഷെ അവൻ എത്രയൊക്കെ ആലോചിച്ചിട്ടും അവനത് എന്താന്ന് പിടിയിട്ടില്ല. അവൻ ആ കാര്യങ്ങളൊക്കെ മറന്ന് ഇപ്പോ വീണ്ടും പഴയതുപോലെ ആ പാർട്ടിയിൽ അടിച്ചു പൊളിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ബ്രൂക്കും ടീമും അവരാണെങ്കിൽ ഇപ്പോഴും സാമുറായിക്ക് വേണ്ടിയും കാഞ്ചറോയ്ക്കും വേണ്ടിയും വെയിറ്റ് ചെയ്യാണ്. പാവം സാമുറായും കാഞ്ചറോയും അവരൊരുപാട് സമയമായി ആനയുടെ മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ തവണ ശ്രമിക്കുമ്പോഴും അവർ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ അവരുടെ ശ്രമം അതവർ കൈവിടാതെ വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവർ രണ്ടുപേരും ഇപ്പൊ മുകളിലേക്ക് വന്ന അത് വലിയ പ്രശ്നമാണ്. കാരണം അവരുടെ ഫ്രണ്ട് വാനോ കിൻഡത്തിലെ റൈസോ അവരെ അന്വേഷിച്ചാണ് ആ വില്ലന്മാർ ഇവിടേക്ക് വന്നത്. സോ തീർച്ചയായിട്ടും ഈ കാര്യം ഐലാൻഡിലുള്ള ജനങ്ങൾ അറിഞ്ഞാൽ ഇവരെ വെറുതെ വിടില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചിരിക്കും, എത്ര ദിവസമായാലും മണിക്കൂറായാലും കുഴപ്പമില്ല, കാഞ്ചറോയും കിന്നും ഇവർ രണ്ടുപേരും ഈ വഴി വരാൻ പാടില്ല. അവരിവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആൾക്കാരുടെ കണ്ണിൽ പെടാതെ ഇവിടുന്ന് മാറ്റണം. റോബിനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നമ്മൾ 3 പേരും ഇങ്ങനെ ഉണർന്നിരുന്നിട്ടുണ്ടെങ്കിൽ ടയർഡായി ഉറങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. സോ ഓരോരുത്തരായിട്ട് മാറി മാറി കാവലിരിക്കണം. ആ സമയത്ത് ബാക്കിയുള്ളവർക്ക് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ കാത്തിരിപ്പ് തുടരും. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം കിന്നും കാഞ്ചറോയും അവരുടെ ക്യാറ്റും അവർ 3 പേരും മുകളിലേക്ക് കയറി വരികയാണ്. പക്ഷെ എന്താ, നമ്മുടെ ആൾക്കാർ 3 പേരും ടയർഡായി ഉറക്കം വലിച്ച് ഉറങ്ങുകയാണ്. സാമുറായി ആണെങ്കിൽ കാഞ്ചറോട് പറയും, നമ്മളെ കാണാതെ ലൂഫിയാൻ ടീം അവർ വിഷമിക്കുന്നുണ്ടാവും, എത്രയും വേഗം നമുക്ക് അവരെ കണ്ടെത്തി അവരുടെ അടുത്തേക്ക് പോകണം. ആയിരിക്കും അവർ മുകളിലേക്ക് കൊണ്ടുവന്ന ആ ഒരു മങ്കിയെ ശ്രദ്ധിക്കുക. അവരിപ്പോ ആ മങ്കിയോട് റൈസോയെ കുറിച്ച് ചോദിക്കും. മങ്കി അത് കേൾക്കേണ്ട താമസം പേടിച്ച് വിറച്ച് അങ്ങനെ പുറകിലേക്ക് മാറുകയാണ്. അവരങ്ങനാണെങ്കിൽ പേടിച്ച് നിലവിളിക്കും, സാമുറായി വന്നു, ആരെങ്കിലും എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ്. അങ്ങനാണെങ്കിൽ അങ്ങനെ പേടിച്ച് വിറച്ച് കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.